വരച്ചത് എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ. 10 എന്ന സംഖ്യയെ കൊണ്ട് എന്തൊക്കെ വരച്ചെന്നും 1 മുതൽ 10 വരെയുള്ള സംഖ്യയെ കൊണ്ട് എത്ര തരത്തിലുള്ള ചിത്രങ്ങൾ വരച്ചെന്നും എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ. അപ്പോൾ 1 എന്ന സംഖ്യ മുതൽ നമ്മൾ 1, 2, 3, 4, 5, 6, 7, 8, 9, 10 കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 1 എന്ന സംഖ്യ മുതൽ 10 എന്ന സംഖ്യ വരെയാണ് പഠിച്ചത്. ഇനി നമുക്ക് 10 കഴിഞ്ഞിട്ട് അടുത്ത സംഖ്യ എന്താണെന്ന് നോക്കാം. 10 കഴിഞ്ഞ് അടുത്ത സംഖ്യ വരുന്നത് 11 എന്നാണ്. ഈ 11 വരണമെങ്കിൽ 10 എന്ന സംഖ്യയോട് കൂടി ഒന്നുകൂടി കൂടുമ്പോഴാണ് 11 എന്ന സംഖ്യ വരുന്നത്. അതെങ്ങനെയാണ് വരുന്നത് നോക്കാം. 10 എന്ന സംഖ്യയോട് കൂടി 1 എന്ന സംഖ്യ വരുന്ന സമയത്താണ് 11 എന്ന് പറയുന്നത്. അപ്പോൾ 10 കഴിഞ്ഞിട്ട് 11, വീണ്ടും 11 എന്ന സംഖ്യയോട് കൂടി 1 വരുന്ന സമയത്താണ് 12 മാറുന്നത്. ഇങ്ങനെ 10 കഴിഞ്ഞ് 11, 12, 13 എന്ന സംഖ്യയോട് 12 എന്ന സംഖ്യയോട് കൂടി ഒരു സംഖ്യ ആഡ് ചെയ്യുന്ന സമയത്താണ് 13 എന്ന സംഖ്യ വരുന്നത്. 12 എന്ന സംഖ്യയോട് കൂടി ഒരു സംഖ്യ കൂടുന്ന സമയത്ത് 13 എന്ന സംഖ്യ വരുന്നു. ഓക്കെ, 12 എന്ന സംഖ്യയോട് കൂടി 1 കൂടിയ സമയത്ത് നമുക്ക് 13 എന്ന സംഖ്യ കിട്ടി അല്ലേ. ഇനി 13 എന്ന സംഖ്യയോട് കൂടി എത്ര കൂടുമ്പോഴാണ് 14 എന്ന് കിട്ടുക നോക്കാം. അപ്പം 13 എന്ന സംഖ്യയോട് കൂടി 1 ചേർക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത് എന്താണ്? 14. അടുത്തത് ഈ 14 എന്ന സംഖ്യയോട് കൂടി എത്ര ചേർക്കുമ്പോഴാണ് 15 എന്ന് കിട്ടുക? 14 എന്ന സംഖ്യയോട് കൂടി 1 ചേർക്കുന്ന സമയത്ത് നമുക്ക് എന്താ കിട്ടുക? 15. ഇപ്പോൾ ഓരോ 12 എന്ന സംഖ്യ, 13 എന്ന സംഖ്യ, 14 എന്ന സംഖ്യയോട് കൂടി എത്രയാണ് കൂടിയത്? 1 എന്ന സംഖ്യ മാത്രമേ നമ്മൾ കൂട്ടുന്നുള്ളൂ. അപ്പോൾ അടുത്ത സംഖ്യ നമുക്ക് കിട്ടുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇനി 15 എന്ന സംഖ്യയോട് കൂടി എത്ര കൂട്ടിയാലാണ് 16 എന്ന് കിട്ടുക നോക്കാം. 15 എന്ന സംഖ്യയോട് കൂടി നമുക്ക് 1 ചേർക്കുമ്പോൾ 16 എന്ന് കിട്ടുന്നു. അതുപോലെ തന്നെ നമ്മൾ ഓരോ സംഖ്യയോട് കൂടിയിട്ട് ഓരോ സംഖ്യ ചേർക്കുന്ന സമയത്ത് അടുത്ത സംഖ്യ നമുക്ക് കിട്ടുന്നതാണ്. 16 എന്ന സംഖ്യയോട് കൂടി 1 ചേർക്കുമ്പോൾ നമുക്ക് 17. അതുപോലെ തന്നെ 17നോട് 1 എന്ന സംഖ്യ ചേർക്കുമ്പോൾ 18 എന്ന് കിട്ടുന്നു. അടുത്തത് 18നോട് അപ്പോൾ 17 എന്ന സംഖ്യയോട് കൂടി 1 ചേർന്നപ്പോൾ 18 എന്ന് കിട്ടി. ഇനി അടുത്ത 18 എന്ന സംഖ്യയോട് കൂടി 1 ചേരുമ്പോൾ എന്താ കിട്ടുക നോക്കാം. 18 എന്ന സംഖ്യയോട് കൂടി 1 ചേർന്നപ്പം എന്തായി മാറുന്നു? 19 എന്ന സംഖ്യ വന്നു. കണ്ടോ മാറിയത്? ഇനി 19 എന്ന സംഖ്യയോട് കൂടി 1 ചേരുമ്പോൾ എന്താ വരിക? മാറിയില്ലേ? ഇപ്പം ഇവിടുത്തെ 1 എന്ന സംഖ്യയിലൊക്കെ മാറ്റം വന്ന് ഇവിടെ 2 എന്ന സംഖ്യ വന്നു. അതെങ്ങനെ വന്നു? ഈ 19നോട് കൂടി 1 ചേർന്നപ്പോൾ അടുത്ത സംഖ്യ എന്തായി മാറി? 20 എന്ന സംഖ്യയായി മാറി. ഇനി 20നോട് 1 ചേരുമ്പോൾ 1 എന്ന സംഖ്യ ചേരുമ്പോൾ എന്താ വരിക? 21. അതുപോലെ 21നോട് 1 എന്ന സംഖ്യ ചേരുമ്പോൾ ഏത് സംഖ്യ വരിക? 22 എന്ന സംഖ്യയാണ് വരുന്നത്. 21 എന്ന സംഖ്യയോടുകൂടി ഒരു സംഖ്യ ചേരുമ്പോൾ അതിന് ആൻസർ വരുന്നത് 22 എന്ന ആണ് ഉത്തരം വരുന്നത്. ഇതാണ് 22 എന്ന സംഖ്യയാണ് നമുക്ക് കിട്ടുന്നത്. അതുപോലെ തന്നെ 22 എന്ന സംഖ്യയോടുകൂടി 1 ചേരുമ്പോൾ 23 എന്ന സംഖ്യ വരുന്നു. അപ്പോൾ നമ്മുടെ 22 എന്ന സംഖ്യയുടെ കൂടെ 1 എന്ന സംഖ്യ കൂടിയ സമയത്ത് 23 എന്ന് കിട്ടില്ല. അപ്പോൾ 23 എന്ന സംഖ്യയോട് കൂടി 1 കൂടുമ്പോൾ എന്താ വരുന്നത് നോക്കാം. 23 എന്ന സംഖ്യയോട് കൂടി ഒരു സംഖ്യ കൂടി കൂടുന്ന സമയത്ത് നമുക്ക് 24 എന്നൊരു സംഖ്യ കിട്ടുന്നു അല്ലേ. അപ്പോൾ ഓരോ സംഖ്യയുടെ കൂടിയും ഓരോന്ന് ആഡ് ചെയ്യുമ്പോൾ അതായത് കൂടി വരുന്ന സമയത്ത് നമുക്ക് 23 മാറി. അതിൻ്റെ കൂടെ നമ്മൾ ഒന്നുകൂടി ചേർത്തപ്പോൾ 24 മാറി അല്ലേ. വീണ്ടും 24 എന്ന സംഖ്യയോട് കൂടി 1 കൂടുന്ന സമയത്ത് എത്രയെന്ന് നോക്കാം. 24 എന്ന സംഖ്യയോട് കൂടി നമ്മൾ 1 കൂടുമ്പോൾ 1 എന്ന സംഖ്യ കൂടുന്ന സമയത്ത് നമുക്ക് 25 എന്ന ഒരു സംഖ്യ കിട്ടുന്നു അല്ലേ. ഇനി 25 എന്ന സംഖ്യയോട് കൂടി
1 എന്ന സംഖ്യ കൂടുന്ന സമയത്ത് 26. ഇതുപോലെ ഓരോ സംഖ്യയുടെ കൂടെയും ഓരോ സംഖ്യകൾ, അത് 25-ന് കൂടെ 1 കൂടിയ സമയത്താണ് 26 വരുന്നത്, 26-ൻ്റെ കൂടെ 1 കൂടുന്ന സമയത്താണ് 27 എന്ന് വരുന്നത്. അങ്ങനെ ഈ ഓരോ സംഖ്യയുടെ കൂടി ഓരോന്ന് കൂടുന്ന സമയം ഓരോ സംഖ്യകൾ കൂടുന്നതിനനുസരിച്ച് ആ സംഖ്യയുടെ വലിപ്പം കൂടിക്കൊണ്ടേയിരിക്കും. അത് സംഖ്യയുടെ എണ്ണം കൂടിക്കൊണ്ടേയിരിക്കും അല്ലേ. അതിലുള്ള ഒന്നിൻ്റെ എണ്ണം കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ 26 അതിൻ്റെ കൂടെ ഒന്നുകൂടി വരുന്ന സമയത്ത് 27 അങ്ങനെ 100 ഇങ്ങനെ ഒരേ സംഖ്യ അറ്റല്ലാതെ ഇങ്ങനെ സംഖ്യ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും സംഖ്യകൾ അല്ലേ. അപ്പോൾ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലായല്ലോ എങ്ങനെ എഴുതണ്ടേ എന്നുള്ളത്. ഓരോ സംഖ്യയോട് കൂടി ഓരോന്ന് കൂടുന്ന സമയത്ത് നമുക്കത് അടുത്ത സംഖ്യനെ കിട്ടുന്നു അല്ലേ. ഇങ്ങനെ എല്ലാവരും നല്ലപോലെ പഠിക്കാൻ പറ്റുമോ ശ്രമിക്കുക കേട്ടോ.